ഹലോ ഗായ്സ്, അപ്പോൾ കുറേ ആയി നിങ്ങൾ പറയുന്നു എന്ത് ഒരു ലോങ് വീഡിയോ ഇടൂ ചേച്ചിന്ന്. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഹെൽത്ത് അതിന് അനുവദിക്കുന്നില്ല. ഇന്നും അനുവദിക്കുമോ എന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. അപ്പം ഇന്ന് ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു, പക്ഷേ രാവിലെ എണീറ്റപ്പോഴേക്ക് തോന്നി നമുക്ക് ലോങ് വീഡിയോ എടുത്താളാന്ന്. അപ്പോൾ താഴെ വന്ന് ഇന്ന് ഞാൻ ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. കാരണം അല്ലെങ്കിലും കുറേ നേരത്തെ എണീക്കുന്ന ആളല്ല, എന്നാലും കുറച്ച് അധികം ലേറ്റ് ആയിരുന്നു. ഞാൻ അല്ലുവിനും തുമ്പിക്കൊന്നും ക്ലാസ് പോകാനില്ല. പിന്നെ അല്ലു ഇന്നലെ രാത്രി സിനിമ കാണുമോ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടൊക്കെ അവൻ ഉറങ്ങിയത്. ഞാൻ നേരത്തെ ഉറങ്ങി. അപ്പോൾ ഓനും ഒന്ന് ലേറ്റായിട്ടാണ് എണീറ്റത്. അങ്ങനെ അപ്പോൾ താഴെ വന്നപ്പോഴത്തേക്ക് പത്തിരി റെഡിയാണ്, കറി അടുപ്പത്താണ്. അപ്പം ഞാനെന്താ ചെയ്യുന്നത്, ഞാനെന്തോ ചെയ്യാണ്, ചായക്ക് വെള്ളം വെക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പണി. ആരും ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ. ഇവിടെ അങ്ങനെ നേരത്തെ കുടിക്കുന്ന ആൾക്കാരൊന്നുമില്ല. കുറച്ച് ലേറ്റായിട്ട് തന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാമറ വെച്ചപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയെന്ന് കേട്ടോ അമ്മ ചോദിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇൻസുലിൻ വെക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അല്ലുവിനും തുമ്പിക്കും ഒന്നും ക്ലാസ് ഇല്ല. സോ ഇവിടെ എല്ലാവരും ഉള്ളൊരു ദിവസമാണ്. അശ്വനി വരും ഇന്ന് സൺഡേ ആണല്ലോ. പിന്നെ അതുപോലെ അച്ഛന് കല്യാണത്തിന് പോകാനുണ്ട്. അപ്പോൾ അശ്വനി അച്ഛനും കൂടിയാണ് കല്യാണത്തിന് പോകുന്നത്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. പിന്നെ വീടിനടുത്തൊരു ഉത്സവമുണ്ട്, അപ്പോൾ അവിടെ പോകണം. പിന്നെ ഇന്ന് റീനമ്മ വരും. സോ ടോട്ടലി എന്താ പറയുക, ഒരു ആഷ് ബൂഷ് ഡേ ആണ് നമ്മുടെ ഇന്നത്തെ സൺഡേ. ഓക്കെ, അച്ഛൻ ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ ഉഷാറോടെ അങ്ങോട്ട് ഇരിക്കുമെന്ന്. ഞാൻ ഷർട്ട് ഇട്ടില്ല മോളെ എന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. ഹേസു ആദ്യമേ അച്ഛമ്മേൻ്റെ ഉക്കത്ത് കയറി. ഓക്കെ, ഇതൊരു ശീലമാണ് കേട്ടോ. ഇവിടെ കയറിയാൽ പിന്നെ വേറെ ഇടയ്ക്കും വരില്ല. ഓക്കെ, അതിൻ്റെ ഇടയിൽ തുമ്പമ്മ വരുന്നുണ്ട്. തുമ്പമ്മയ്ക്കും അല്ലൂസിനൊക്കെ കഴിക്കാനുള്ളത് പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉലാത്തലാണ് ഈ കാണുന്നത്. കഴിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തീരെ പറ്റുന്ന കാര്യമല്ല കേട്ടോ. രാവിലത്തെ ഫുഡ് അടിക്കലായിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹേസുവിൻ്റെ ഉറക്കത്തിൻ്റെ ടൈമാണ് കേട്ടോ. അപ്പോൾ ഓൾ അവിടെ ഉറങ്ങട്ടെ. ഞാൻ നേരെ ഇവരെയും കൊണ്ട് പോകണത് ഇവരെ കുളിപ്പിക്കണം. പിന്നെ എനിക്ക് അത്യാവശ്യം കുറച്ച് പണികളുണ്ടെന്ന്, അതൊക്കെ ഒന്ന് തീർക്കണം. പക്ഷേ ഞാൻ നന്നായി സൈഡാണ്. മെറ്റ്ഫോമിന് ഇങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ പിന്നെ എനിക്ക് ചുറ്റുള്ളതൊന്നും കാണാൻ കഴിയില്ലായിരുന്നു. നല്ലോണം എനിക്ക് തല കറങ്ങിയിട്ട് വയ്യ കേട്ടോ. തുമ്പമ്മ എൻ്റെ കൂടെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ അതുകൊണ്ട് ചെറിയ സൗണ്ടുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ തല കറങ്ങി കിടക്കാൻ പോയ ഞാനാണ്. ഒരു ഇത്തിരി നേരം കിടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ നടക്കൂല. കാരണം കുറേ പണി ഇങ്ങനെ ചുറ്റും കാണുമ്പോൾ എനിക്ക് കിടക്കാനും കഴിയുന്നില്ല. അവസാനം ഞാൻ അതൊക്കെ എടുത്ത് മടക്കി വെച്ചു. രാവിലെ പോകുമ്പോൾ മടക്കി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി വെച്ച് ഇങ്ങനത്തെ ചെറിയ പണികളൊക്കെ ഞാൻ വേഗം തീർക്കുകയാണ്. പക്ഷേ ഇന്ന് എനിക്ക് ചെറിയ പണികളേ ഉള്ളൂ, പക്ഷേ കുറേ നേരം ഇങ്ങനെ ഇരിക്കണം. ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു. ഇത്തിരി തല പൊങ്ങിയപ്പോൾ എന്തൊക്കെയോ എടുത്ത് കൂട്ടി. പക്ഷേ രാത്രി ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സൈഡായിപ്പോയി. രാവിലെ പകലൊന്നും ഉറങ്ങുകയൊന്നും ചെയ്തില്ല. അപ്പോൾ രാത്രി ആയപ്പോൾ ഭയങ്കര സൈഡായി. ഞാൻ വേഗം കിടന്ന് ഉറങ്ങിയിട്ടോ. അല്ലൂസ് അവിടെ കിടന്ന് സിനിമയൊക്കെ കണ്ടിട്ടാണ് അത്രേ കിടന്നത്. പക്ഷേ ഞാൻ നേരത്തെ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പേ ഞാൻ അവരുടെ കൂടെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഒരൊറ്റയ്ക്ക് ഉറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ അല്ലൂസിൻ്റെ പഞ്ഞിപ്പുതപ്പ്, ഒരൊറ്റയ്ക്കിട്ട പേരാണ് പഞ്ഞിപ്പുതപ്പ്, അതൊക്കെ ഒന്ന് മടക്കി വെച്ച്. പക്ഷേ എനിക്കിതൊക്കെ ചെയ്യുമ്പോഴും ഇങ്ങനെ നമ്മൾ കുനിഞ്ഞൊരു സാധനം എടുത്ത് നൂരുമ്പോൾ പിന്നെ എനിക്ക് തല കറങ്ങുക, അതാണ് എൻ്റെ അവസ്ഥ. പ്രീവിയസ് 2 പ്രഗ്നൻസിയിലും ഈ ഒരു സംഭവം എനിക്കില്ലായിരുന്നു, തലകറക്കം എന്നുള്ളത്. ഛർദി ഉണ്ടായിരുന്നു. അല്ലുവിൻ്റെ ഹെവി ആയിട്ട് ഞാൻ ഛർദ്ദിച്ച് നടന്നിട്ടുണ്ട്. തുമ്പീൻ്റെനും അതെ. പക്ഷേ ഈ ഒരു അവസ്ഥ എനിക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. നിന്നെപ്പോലെ തലകറക്കം മെയിനായിട്ടുണ്ടായ ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരെങ്കിലുമൊക്കെ ഒരു കൂട്ടുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷമല്ലേ. പിന്നെ ഇത് പെറുക്കലാണ്. അതിപ്പം മക്കളുള്ളവരെല്ലാവർക്കും അറിയാൻ പറ്റൂലേ. ഇത് പെറുക്കി കൂട്ടലാണ് നമ്മളെ മെയിൻ പരിപാടി. ഒരു ദിവസത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന പണി ഇതേക്കും. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി എന്നുള്ളത് പെറുക്കി കൂട്ടുക. തുമ്പി ഇതാ കെട്ടിയോനെ വിളിച്ച് ഫോണൊക്കെ അവിടെ വെച്ച് പോയിട്ടേ ഉള്ളൂ കേട്ടോ. അല്ലൂസിൻ്റെ റിമോട്ട് കാറും ഒക്കെ കൂടെ ഉണ്ട്, എല്ലാം എടുത്ത് പെറുക്കണം. ഇന്ന് എനിക്ക് കുറേ തുണി മടക്കി വെക്കണം. അതായത് ഞാൻ ഇപ്പം എനിക്ക് 2 അലമാരുണ്ട്. അതിൽ ഓരോരോ തട്ടുകളായിട്ട് ഞാൻ വേറെ ആക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാം കൂടെ ഒരു ദിവസം എടുത്താൽ ഞാൻ ആശുപത്രിയിലായിട്ട് എടുത്ത് കൊണ്ടുപോകേണ്ടി വരും. പിന്നെ അല്ലൂസ് കുളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓന് ഇടാനുള്ള ഡ്രസ്സൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. ഓൻ ഒറ്റയ്ക്കാണ് കേട്ടോ അപ്പോൾ കുളിയൊക്കെ. പക്ഷേ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോകും. പുറം തേച്ച് കൊടുക്കാൻ, തലയിൽ ഷാമ്പൂ ഇട്ട് കൊടുക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ഇന്നെ കൂട്ടുന്നല്ലാതെ മൂപ്പർക്ക് തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് വർത്താനം പറയുന്നുണ്ട്. കാരണം ഒരു ഒറ്റയ്ക്ക് ബാത്റൂം കയറാൻ പേടിയാണ്. നമ്മൾ പുറത്ത് നിന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഓൻ്റെ അടുത്ത് വർത്താൻ പറയുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. 2 ദിവസമായിട്ട് കോൾഡിൻ്റെ വല്ലാത്തൊരു ലക്ഷണം 2 പേർക്കും കണ്ടുകൊണ്ട് അധികം തലേന്ന് ഞാൻ കഴിയിച്ചില്ലായിരുന്നു. പക്ഷേ എത്ര ദിവസം എന്ന് വെച്ചിട്ട് അതുകൊണ്ട് ഞാൻ ഇന്നങ്ങ് കഴുകിച്ചു. എന്താകും എന്ന് അറിഞ്ഞൂടാ. നന്നായി തല തോർത്തി കൊടുക്കുക എന്നുള്ളത് വേറെ ഒന്നുമില്ല. കാരണം ഓരോ മാസം തുടങ്ങുമ്പോഴും ഞങ്ങൾക്ക് അറിയാം ഈ മാസത്തേക്ക് ഇവരെന്താ ഒപ്പിക്കുക എന്നാണ് ഞാൻ ആലോചിക്കല്. എല്ലാ മാസവും ആശുപത്രി കയറുക എന്നുള്ളത് ഞങ്ങൾക്ക് നേർച്ച പോലെയാണ്. അങ്ങനെ ചങ്ങായി വന്നിട്ടുണ്ട്, തുള്ളിക്കളിയാണ്. ഈ ഒരു കാര്യത്തിൽ മാത്രം അല്ലും തുമ്പി ഞാൻ പറയുന്നത് അനുസരിക്കുകയല്ലേ കട്ടിൻ്റെ മുകളിൽ കയറി തുള്ളി കളിക്കുന്നത്. ഇത് കുട്ടികൾക്ക് എന്തോ ഒരു ഹോബിയാന്ന് തോന്നുന്നില്ലേ. ഞാൻ ഈ കട്ടിലിൽ ആ സമയത്ത് ഇരിക്കുകയാണെങ്കിൽ വയറ്റ് കിടക്കുന്ന കുട്ടിയായിരിക്കും വീഗാലൻ്റെ ഏറ്റവും പോയിട്ട് മമ്മീന്ന് അജ്ജാതി കുലുക്കാണ് കേട്ടോ. അപ്പോൾ ഇവന് ഈ ചാടി കളിക്കുന്ന എത്ര പറഞ്ഞാലും കേൾക്കില്ല. എന്നോട് 2 അടി കിട്ടാതെ നിർത്തുകയില്ല കേട്ടോ. പിന്നെ ഞാൻ തല നന്നായി തോർത്തി കൊടുക്കുക. കാരണം എനിക്ക് ആവുന്നില്ല ഇനി ഇവരെയും കൊണ്ട് നടക്കാൻ. ഇവർക്ക് വന്നു കഴിഞ്ഞാൽ വയ്യാലും എനിക്കും വരും, ആവൂല.
എനിക്കാണെങ്കിൽ ഇല്ലണ്ടല്ലോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ AC ഇട്ട് വെച്ചിട്ടുണ്ട്, എന്നിട്ട് പോലും ഞാൻ വേർക്കുക. അത്രയും എനിക്ക് തീരെ പറ്റുന്നില്ല. എന്തിന് ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുമ്പോൾ വരെ കൈ വിറക്കുക. അയ്യോ രാവിലത്തെ കോട്ട അടിച്ചില്ല എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ. ഷർട്ടിന് ബട്ടൺ ഇടാൻ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. സോ ഇപ്പം മൊത്തത്തിൽ കിളി പോയൊരവസ്ഥയാണ്. ഞാൻ പറഞ്ഞില്ലേ ചില സമയത്ത് കുക്കറിനെ ഞാൻ ഫ്രിഡ്ജ് എന്ന് പറയും, ഫ്രിഡ്ജിനെ ഞാൻ കുക്കർ എന്ന് പറയും. ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ മൈദ ഫ്രിഡ്ജ് കൊണ്ടുവെക്കുന്നു. ഒരു സ്ഥലത്ത് വന്നിട്ട് എന്തിനാണ് ഞാനിവിടെ വന്നതെന്ന് മറ്റുള്ളവരോട് ചോദിക്കേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലൂടെ ഞാൻ പോകണം. മിക്കവാറും ഈ പ്രസവം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഏട്ടനെ നോക്കി പറയും ആരാ നിങ്ങളെന്ന്. അയ്യോ അതൊക്കെയാണ് നമ്മളെ അവസ്ഥ. അപ്പം ഞാൻ വേഗം അല്ലൂട്ടന് ക്രീം തേച്ച് കൊടുത്ത്. പക്ഷേ എന്നും തേക്കുന്ന ഓർമ്മയ്ക്ക് ഒരു ക്രീം എടുത്ത് തേച്ചതാണ്. അതായത് സെബാമെഡിൻ്റെ ക്രീമാണ് അവർക്ക് നോർമലി യൂസ് ചെയ്യാറ്. അപ്പോൾ കുറച്ചായിട്ട് ഞാനൊരു ആയുർവേദ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചെക്കന് തേച്ച് കൊടുക്കാൻ ഞാൻ മറന്നു. ഏതാ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ മറവി എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലിലാണ്. ഓക്കെ ഇതൊക്കെ കഴിഞ്ഞ് ഇവനെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് അയ്യോ നമ്മളിപ്പോൾ ഇതല്ലല്ലോ തേക്കലെന്ന്. പിന്നെ ഏതായാലും വിലങ്ങ് തേച്ച് വിട്ട്. ഓക്കെ ഇനി ഇവനെ അടക്കിയിരുത്തുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അത് ഏറ്റവും കൂടുതൽ എളുപ്പം കല്യാണിക്കാണ്. പക്ഷേ ഇവനെ നമുക്ക് പിന്നെയും പിടിച്ചിരുത്താം. പക്ഷേ ഇതിൻ്റെ താഴെ മുതലുണ്ടല്ലോ ഇതാ സാധനത്തിന് നമുക്ക് അത്ര എളുപ്പമല്ല കേട്ടോ. അപ്പോൾ ഞാനുണ്ടല്ലോ ഇപ്പോൾ കുറച്ച് ഐറ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് നല്ല യൂസ്ഫുൾ ആണ്, അതായത് അതിൻ്റെ റിസൾട്ട് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ തുമ്പിക്കും എനിക്കും ഒക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, ആയുർവേദിക് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ റിസൾട്ട്. അപ്പോൾ വാതിലടക്കി സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിൻ്റെ കള്ളത്തരം പറയുന്നത് നിർത്താദ്യം. അവിടെ വെക്കാൻ വേടെ വീണോ ഏതേലും. ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഓടി കളിക്കുക, പിടിച്ചോടത്തൊന്നും കിട്ടുന്നില്ല മൂപ്പരെ അല്ലേ. തുമ്പിക്ക് ഒന്ന് ക്ലാസ് ഇല്ല ഗൈസ്. പറഞ്ഞോക്ക് മോളെ ക്ലാസ് ഇല്ലാത്തതോ? അല്ലൂസിനോ? ഞാൻ മുഖത്ത് തേക്കാറില്ല കേട്ടോ തുമ്പീൻ്റെത്, അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. മറ്റേ സെബാമെഡിൻ്റെ ക്രീം മാത്രമേ യൂസ് ചെയ്യാറ്. ഇത് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം, പക്ഷെ എനിക്കൊരു പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഓളെ മുഖത്തൊന്നും ചെയ്യാറില്ല. എൻ്റെ മുഖത്ത് പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാലോ അല്ലേ തുമ്പി? എന്താ ഏടെ തൊട്ടാലും വേനയാണല്ലോ നിങ്ങൾക്ക്. എണീക്കൂ. പുറം നോക്കട്ടെ, അവിടെ കിടന്നോളൂ. ഇതിനൊക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തേക്കാനൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നമ്മളെ എന്താന്നറിയില്ല, ഞാനിന്ന് കുറേ പണിയെടുക്കി, ഭയങ്കര ക്ഷീണം ഇന്നത്തെ ദിവസം. അതവിടെ വെക്ക്. എണീക്ക് പറഞ്ഞാൽ സമയമില്ല, തീരെ വയ്യാച്ച ഭയങ്കര സൈഡാക്കി. ആ മെഡിസിൻ കഴിച്ചാൽ പിന്നെ എനിക്ക് തരാൻ തോന്നുന്നു തലകറക്കത്തിലുള്ള മരുന്നാണ് ഞാൻ കഴിക്കുന്നത്. അജ്ജാതിയാ. ഇന്ന് എനിക്ക് കുറേ പ്ലാൻ ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട് ഇന്ന്. അതുകൊണ്ടാണ് ഞാൻ വെച്ചത് നമുക്ക് ലോങ് വീഡിയോ എടുക്കാമെന്ന്. നമുക്ക് നിങ്ങൾ കുറേ ആയല്ലോ പറയണേ ലോങ് വീഡിയോ ഇവിടെ ചേച്ചിന്ന്. താഴെ അടുക്കളയിൽ അമ്മയും ഇളയമ്മയും കല്യാണിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് എന്തായാലും ചെയ്ത് തീർക്കേണ്ട കുറച്ച് പണികളുണ്ട്. വീഡിയോ ഒന്നല്ല കേട്ടോ, അല്ലാണ്ട് ഇവിടെ മുകളിൽ ടെറസ് ക്ലീൻ ചെയ്യണം. പിന്നെ ഇവിടുത്തെ ലിവിങ് ഏരിയ, മുകളിലത്തെ ലിവിങ് ഏരിയ ഉണ്ടല്ലോ, ഇപ്പൊ റൂമിന്റെ പുറത്തുള്ള അവിടെ കുറച്ച് ക്ലീൻ ചെയ്യാണ്ട്, അലമാരേന്റെ ഒരു തട്ടാണെന്ന് അലമാരേന്റെ ഒരു സൈഡ് ക്ലീൻ ചെയ്യാണ്ട്, ഇങ്ങനെ ഓരോ ദിവസം ഓരോരോ ഭാഗങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പൊ അതൊക്കെ കൂടെ ചെയ്യാൻ വേണ്ടി വന്നാണ്. കുറേ വീഡിയോ എടുത്ത് തീർക്കാണ്ട്, പക്ഷെ അന്ന് എടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പറ്റുമെങ്കിൽ ഞാൻ ചെയ്യും. പക്ഷെ ഞാൻ കണ്ടില്ലേ AC ഇട്ടാലും വേർക്കുന്ന അവസ്ഥയാണ്. അത്രയും വയ്യ. മതി മോളെ, എന്ത് കഷ്ടാ തുമ്പിയെ. പറഞ്ഞാലൊരു വസ്തു കേക്കരുത് കേട്ടോ. ഉണ്ടോ അല്ലൂസ് ആണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെയല്ല, ഇവള് വേറെ ടൈപ്പാ. അതുകൊണ്ടാ ഇതൊക്കെ നമുക്ക് പാകമാണോ എന്തോ. ഇതുണ്ട് പാകാവും. 28ന്റെ ഡ്രസ്സ് വരെ എപ്പോഴും ഇടുന്ന കുട്ടിയാ. എന്താണോ എന്തോ. മൃണാൾ അമ്മയ്ക്ക് തീരെ വയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കരുണ അമ്മേനോട് കാണിക്കാതിരിക്കേ കേട്ടോ. അമ്മക്കില്ലേ എനിക്കിതൊന്നും അയക്കാണ്ടില്ല, തീരെ കോൺസെൻട്രേഷൻ കിട്ടില്ല ഒന്നിലും. എൻ്റെ അവസ്ഥ ഇതൊക്കെയാണ്. സാധാരണ ഞങ്ങൾ എല്ലാവരും പറയും എൻ്റെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവാണ്. പക്ഷെ ഇന്ന് എനിക്കൊരു പോസിറ്റീവ് ഇല്ലടോ. ഇന്ന് എനിക്ക് ഫുള്ള് ഷോക്കാണ്. എനിക്കൊന്നും വയ്യ, എന്നെക്കൂടെ പറ്റുന്നില്ല. ഈ ഡ്രസ് ക്യാൻസൽ ചെയ്തിരിക്കാവുന്നില്ല. അതൊക്കെ ഞാൻ വേറെ എടുത്തു. ഓ വയ്യേ എനിക്ക്, ഗായികയ്ക്കൊന്ന് വയ്യേ. ഒന്ന് പാടിയേ കണ്ണാൻ തുമ്പി. തുമ്പി പോരാമോ എന്നോ ഇഷ്ടം പോരാമോ, എന്നെ കൂടെ ഇല്ലല്ലോ എന്നും എന്നെ
വെച്ചുണ്ട് കളിയാളെ കൊടുക്കടക്കിച്ചേ. ഇങ്ങനെ ഉണ്ടാക്കി പാടാൻ അന്നെ കഴിച്ചേ ആളുള്ളൂ കേട്ടോ. കണ്ണ തുമ്പി അന്റെ ഭർത്താവിനെ വിളിച്ചില്ല ഇന്ന് തുമ്പ? കണ്ണ തുമ്പി പോരാമോ എന്നോ ഉച്ചം പോരാമോ എന്നെ കാരാ പോവല്ലോ എന്നും എന്നെ ഇട്ടുണ്ട് ഇനി എന്നെ ഇട്ടുണ്ട് കുടികരിച്ചേ കളിയാറെ തുമ്പി പോരാ പോരപ്പോ. ആ പാട്ട് മോളെ ഇനി കുറച്ചു നേരം മക്കളൊക്കെ നടഞ്ഞേക്കാം. അമ്മ അമ്മേന്റെ പണിയൊക്കെ ഒന്ന് തീർക്കട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ ഗായ്സ് പറയ്, ഗായ്സിനോട് പറയ് പൊട്ട് തൊട്ടെ. മാല ഒന്നും ഇപ്പൊ ഞങ്ങൾക്ക് അംഗനവാടിയിൽ ഇടാത്തോണ്ട് നിങ്ങൾ അയച്ചു വെച്ചതാ. ഇത് പൊട്ടല്ലേ? കുട്ടിയുടെ പൊട്ട് ഇങ്ങോട്ട് വാ. ചോപ്പ് തൊടല്ലേ, വർത്താൻ പറയല്ലേ, ഇളക്കല്ലേ ഇളക്കല്ലേ. ഇനി താ പോയി വികൃതി കളിക്കാതെ അടങ്ങിയിരിക്കണം കേട്ടോ. ചോപ്പ് തുടി പൊക്കി കളിക്കല്ലേ, നമ്മൾ അത്രക്കാരാണോ എന്താണ്? ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഹല്ലുവിനെയും തുമ്പിനെയും ഒക്കെ റെഡിയാക്കി വിട്ട്. ഗൈസ് അമ്മേ പൊട്ട് തൊടരുത്, പൊട്ട് തൊടരുത്. സുന്ദരിയായില്ലേ തുമ്പി? നല്ല മണം കേട്ടോ, അടിപൊളി ബട്ടർ ക്രീം. ചെറിയമ്മയ്ക്കൊക്കെ മണപ്പിച്ച് കൊടുക്കും കേട്ടോ, ചെറിയമ്മയ്ക്കൊക്കെ. അല്ലു ചേട്ടനോട് ഒന്ന് അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വരാൻ പറയോ? അല്ലു ചേട്ടനോട് ഒന്ന് അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വരാൻ പറയോ അങ്ങോട്ട്? ഓക്കെ ആ ഹെൽപ്പ് ചെയ്യാൻ വന്നോ? ഏട്ടനെ വിളിച്ചിട്ട് വാ ആദ്യം ചെല്ലേ. എനിക്ക് തല ഇറങ്ങിയിട്ട് വയ്യ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ പണി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ പണി. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? ഇതെല്ലാം എൻ്റെ ബ്ലൗസാണ് ഗൈസ്. എനിക്ക് സാരി എന്ന് വെച്ചാൽ ഭയങ്കര ക്രേസാണ്. സോ സാരി കൂടുമ്പോൾ എന്തായാലും ബ്ലൗസും കൂടുമല്ലോ. സോ ഇത്രയും ബ്ലൗസ് ഉണ്ട്. അപ്പോൾ ഈ ബ്ലൗസൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം എന്നാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ. ഓക്കെ, ആൻഡ് ബ്ലൗസ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ക്രേസാണ്. എന്ത് ബ്ലൗസിൻ്റെ നെക്കിൻ്റെ ഓരോ വർക്കുകൾ, പിന്നെ ഇതാ ഈ സാധനം ഉണ്ട് ഇവിടെ, ഇതാ ടാസൽസ്, അത് അങ്ങനെ എല്ലാം കുറച്ചൊരു ക്രേസുള്ള കൂട്ടത്താണ് ഞാൻ. സോ ഇത് ഒതുക്കി വെക്കണം. അതിൻ്റെ മുമ്പേ ഇന്ന് നമുക്കൊന്ന് ഫേസൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കാലം കുറയാം. അപ്പം ഇന്ന് അങ്ങനത്തെ ഒരു പണിയും കൂടെ ഉണ്ട്. ഓക്കെ, ഞാൻ ആദ്യം ഇത് ചെയ്ത് വരട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ എന്താണെങ്കിലും മുഖത്ത് എന്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. കാരണം ഡേർട്ടിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മളേക്ക് നമ്മൾ മുഖം ക്ലീൻ ആണ്, പക്ഷെ അങ്ങനെയല്ല. ഓക്കെ, ഇനി അപ്ലൈ ചെയ്യുന്നത് എന്താണ്, എനിക്ക് നല്ല റിസൾട്ട് കിട്ടി കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾക്കിത് സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഞാൻ വെറുതെ എന്തേലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ അല്ലേ. സോ ഇതൊരു പ്രൊമോഷൻ എന്നുള്ള രീതിക്കല്ല, ഇതെൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കുന്നതാണ്, ഡോക്ടറാണ്. അപ്പോൾ ആള് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ്. സോ എനിക്ക് ഭയങ്കര ട്രസ്റ്റാണ് ആ കാര്യത്തിൽ, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യട്ടെ. ഓക്കെ, ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് ആസ് എ ആയുർവേദ ഡോക്ടർ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. കാരണം ഞാൻ അങ്ങനെ മുഖത്തെല്ലാം വാരി വലിച്ച് തയ്ക്കാറില്ല. എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ അങ്ങനെ അധികം ഓവർ കെയർ ചെയ്യാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുരുവൊന്നും വരാത്തത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓവറായിട്ട് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, ഇതിപ്പോൾ ഞാൻ ഇത് വേണേൽ നൈറ്റിൽ യൂസ് ചെയ്യാം, നൈറ്റ് കിടക്കുന്നതിന് മുമ്പേ യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് അതിന് തീരെ താല്പര്യമില്ല. എൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇതെന്ന് പറയുന്നത് രാത്രി കിടക്കുമ്പോൾ എപ്പോഴും ഫേസ് നല്ല ക്ലീൻ ആക്കി വെക്കുന്നത് നല്ലതോടാണ്. അല്ല രാത്രി കുറേ ക്രീം തേച്ച് കിടക്കുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ കഴിയുന്നതും രാത്രി എന്താ ചെയ്യാറെന്ന് വെച്ചാൽ നന്നായി ക്ലീൻ ചെയ്ത് ഫേസ് നല്ല ക്ലീൻ ആക്കി വെക്കും. അതാണ് ചെയ്യാറ്. ഓക്കെ, ചുണ്ടൊക്കെ ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട് ഇപ്പോൾ ആ ഒരു സീസണല്ലേ. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. യെസ്, നോക്കട്ടെ, യേശുവിനെ കാണില്ല. യേശു കളിക്കേ. ഞാൻ ആദ്യമായിട്ടേക്കും മച്ചക്കോളത്തിൽ യൂട്യൂബില്. യെസ്, അല്ലാതെ കണ്ണാശിക്കോളത്തിലാണ് വരാറ്. കണ്ടോ നോക്കുന്ന സന്തോഷം അറിയോളൂ. കണ്ടോ, അല്ലാത്തപ്പോ ഇങ്ങനെ ചാടല്ല, അത് റൂമിൽ കയറിയതിന്റെ സന്തോഷാ.
അത് കുട്ടി കുശുമ്പി. പോരി ലീഫ് സർക്കിൾ ലെഗ് സർക്കിൾ കണ്ടാൽ മനസ്സിലാവതേ. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ തുണി മടക്കിട്ട് വരാം. ആക്ച്വലി നമുക്ക് ഓരോ സാരിക്കും ഓരോ കഥ പറയാണ്ടാവുന്ന പോലെ ഓരോ ബ്ലൗസിനും ഓരോ കഥ പറയണ്ട. അങ്ങനെ സാരിൻ്റെ കൂടെ അല്ലേ ബ്ലൗസ് ഇടുന്നത്. ഇത് കട്ടേന്റെ കല്യാണിന്റെയും ഡെലിവറിക്ക് എന്നാ പറയാൻ വന്നത്, സോറി റിസപ്ഷന്റെ ഡ്രസ്സാട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഓവർ റേറ്റ് ഒന്നും ഇടോ, 1000 സംതിങ് ഒക്കെ റേഞ്ചിനായിരുന്നു ഈ സാരിക്ക്. പക്ഷേ കിട്ടലാണ്. ഓക്കെ ഓക്കെ കണ്ടോ, ഇതൊക്കെ ഞാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഉണ്ടല്ലോ, ഈ സാരീന്റെ ആക്ച്വൽ കളർ എന്ന് പറയുന്നത്, ബ്ലൗസ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. പക്ഷെ പുറത്തുള്ള ക്ലോത്ത് ഒക്കെ ഞാൻ വേറെ വാങ്ങിച്ച് വെച്ച് അങ്ങനെ എന്താ പറയാ, ബ്ലൗസിൽ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ അങ്ങനെയാണോ? ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുമല്ല ചെയ്യാം, നമ്മൾ എങ്ങനെ വെക്കും എന്നുള്ളതിലാണ് കാര്യം. ഇതൊക്കെ ഇപ്പൊ യൂസ് ചെയ്യുന്ന കേട്ടോ. അല്ലാത്ത ബ്ലൗസ്, എനിക്ക് പാകല്ലാത്ത ബ്ലൗസ് ഒക്കെ ഞാൻ ആർക്കൊക്കെയോ കൊടുത്തു. കാരണം തിരിച്ചാ സൈസിലേക്ക് വരാൻ പറ്റില്ല എന്ന് എനിക്ക് അറിവുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. ഇതൊക്കെ പിന്നെ ഇപ്പത്തെ ഒന്നാമത് നമുക്ക് ഈ ഷൂട്ട്, സാരിയുടെ ഷൂട്ടും കൊളാബും അങ്ങനെയൊക്കെ വരുമ്പം അതിനൊക്കെ ബ്ലൗസ് ഉണ്ടാവുമല്ലോ. അതൊക്കെ റീസെന്റ് ബ്ലൗസസ് ആണ്. പിന്നെ എല്ലാം ഞാൻ ഫ്രണ്ടിലാണ് ഹുക്ക് വെക്കാറ്. അതുകൊണ്ട് ഇനി ഇപ്പൊ ഡെലിവറി കഴിഞ്ഞാലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. ഒക്കെ ഞാൻ മുൻകൂട്ടി കാണും. നമ്മളെടുത്ത കളി. ഇതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ കേട്ടോ. ഇതാണ് ഇന്നത്തെ ടാസ്ക്, നമ്മുടെ ടാസ്ക്. അത് മീഷോ അടി 200 സംതിങ് അത്രേ ഉള്ളൂ. ബ്ലൗസ് അല്ല അടുപ്പിച്ച തുണിയായില്ലേ. നമ്മുടെ എന്റെ അച്ഛൻ ആദ്യം വാങ്ങി തന്ന ബ്രഷാണ് മറ്റേ ഉർവശി പറഞ്ഞ പോലെ. ഇത് എന്റെ ശമ്പളത്തിൽ ഞാൻ ആദ്യം വാങ്ങിയ സാരിയാട്ടോ. എന്റെ കണ്ട സാരിയുടെ ബ്ലൗസാ. അങ്ങനെ ചില ഓർമ്മകൾ അല്ലേ തുമ്പി? യെസ് അമ്മ പറയും. ഇത് കാണിച്ചു കേട്ടോ, തുമ്പിയുടെ പിറന്നാളിന്റെ. ഇത് തുമ്പീന്റെ ആദ്യത്തെ പിറന്നാളിന്റെ ബ്ലൗസ് ആണ്. കണ്ടോ എന്തോ ഒരു കഥകളെ കണ്ടോ. ഇതിൽ കൂടെ എനിക്ക് എന്നെ കാണാം. അങ്ങനെ അങ്ങനെയാണല്ലേ തുമ്പിയെ, അങ്ങനെയാണ് നമ്മളെ കഥകൾ. ഫോണല്ലാതെ വേറെ എന്ത് വേണേ നോക്കിക്കോ. യെസ്, പനങ്കുറ പോലെ ചെറിയ പനങ്കുറ പോലെ ചെറിയമ്മയോ. ഇവളെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും എന്നോട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇവളല്ലേ ഇവിടെ തന്നെ വർക്ക് ചെയ്യാ ഫ്രണ്ട്സിന്റെ കൂടെ. അപ്പൊ അവിടെ എവിടെ പോയാലും എന്നോട് ഓരോരുത്തർ പറയും, ഇന്ന് അശ്വിനെ ഞാൻ അവിടെ വെച്ച് കണ്ടിരുന്നു, ഇവിടെ വെച്ച് കണ്ടിരുന്നു. അപ്പൊ ഞങ്ങൾ അറിയും. അതുകൊണ്ട് കുട്ടിക്ക് ഇപ്പൊ ഒരു പേടിയുണ്ട്. നല്ല പേടിയുണ്ട്. അതെ, ഹോസ്പിറ്റലില് ഇപ്പൊ നാഷണൽ ഹോസ്പിറ്റലിലാ. അന്നേരം ആടെന്നൊക്കെ കാണാനൊക്കെ ചോദിക്കത്രേ, യൂട്യൂബിലുള്ള അശ്വിനി. അതല്ല, അതിനേക്കാൾ വലിയ കോമഡി ചെറിയച്ചല്ലേ. ചെറിയച്ചൻ ഇന്നലെ ഒരു ഓട്ടം കിട്ടിയല്ലേ, ഒരു ഗർഭിണീന്റെ ഓട്ടാണെന്ന്. അപ്പൊ ചെറിയച്ചൻ പറഞ്ഞോളൂ, അയ്യോ രാവിലേക്ക് അത്രയും നേരത്തെ വരാൻ കഴിയില്ലല്ലോ, അയ്യോ നിങ്ങളെന്നെ വരണം, നിങ്ങളാകുമ്പോ ശ്രദ്ധിച്ചു കൊണ്ടുപോകുന്നു. അപ്പൊ ചെറിയച്ചൻ ചോദിച്ചു, അതെന്താണ്, ഞാൻ വ്ളോഗ് കണ്ടിരുന്നു. ഇന്നെ ചെറിയച്ചൻ കൊണ്ടുപോയ വ്ളോഗ് കണ്ടില്ലേ. ചെറിയച്ചൻ പറഞ്ഞു, അന്നെ കൊണ്ട് ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ലാന്ന്. പിന്നെ അല്ല, നമ്മളെ കൊണ്ട് എങ്ങനെയൊക്കെ ഒരു ഉപകാരം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു അത് കാരണം ഇപ്പൊ ചെറിയച്ചൻ ഓട്ടൊക്കെ കിട്ടി തുടങ്ങിയിരുന്നു. എന്നോട് പറയാം ഭയങ്കര തന്നെ വയ്യ കേട്ടോ. എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് എന്റെ ഫോണിൽ കളിക്കുന്നവരെ. ആ പഠിക്കടോ, പോയി ഇതെടുത്തിട്ട് വാ, ബുക്ക് എടുത്തിട്ട് വാ. ആ ഇല്ല അല്ല പഠിക്കാം. ഇങ്ങനത്തെ സിമ്പിൾ പൊട്ടത്തി വർക്കുള്ളതും കൊണ്ടാ. വർക്കുള്ളതൊക്കെ ഇതില്, വർക്ക് ഇല്ലാത്തതൊക്കെ ഇവിടെ. സിമ്പിൾ ബ്ലൗസ്. അത് ഏതിനായിരുന്നു? അത് ഏതോ ഒരു സെറ്റ് സാരി, സെറ്റ് മുണ്ടിനായിട്ടുള്ളത്. വേറെ തന്നെ ക്ലോത്ത് എടുത്തടിച്ചത്. എന്താ അതെ, രാത്രി മാത്രമേ ഞങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവുള്ളൂ. ഒന്ന് അമ്മമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഞങ്ങൾ പഠിക്കാൻ വിളിച്ചാൽ വരികയില്ല. ഒക്കെ ബുദ്ധിമുട്ടാവും കേട്ടോ. ആ അതുകൊണ്ടാണ് പറയണേ. ഇതുണ്ടല്ലോ ശോഭികന്ന് വാങ്ങിയതാ. ശോഭികത്തെ സാരി എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓവർ റേറ്റും ഉണ്ടാവില്ല. ഇതിന് 600 സംതിങ്ങേ ഉള്ളൂ സാരിക്ക്. സാരി അടക്കം വിത്ത് ബ്ലൗസ്.
ഇത് ഞാൻ വെറുതെ വാങ്ങിയതാ. പക്ഷെ ഇതൊക്കെ ഉണ്ടോ മുമ്പിൽ സിബ, അതുകൊണ്ട് എനിക്ക് ഇനി യൂസ് ചെയ്യാം. അല്ല ഇപ്പൊ പഠിച്ചാണല്ലോ. ആ രാത്രി പഠിക്കണ്ട. അല്ല ഇപ്പൊ പഠിച്ച അമ്മ വന്നാ എനിക്ക് അമ്മാവനോട് സംസാരിക്കാം. ആ സംസാരിച്ച് അങ്ങനെ ഇരിക്കുക. അതാ പറഞ്ഞ വൈകുന്നേരം ഉത്സവത്തിനൊക്കെ പോവാനല്ലേ, അതുകൊണ്ടാണ് ഇപ്പൊ പഠിച്ചോളാൻ പറയുന്നത്. മനസ്സിലായോ? പോയി ബാഗൊക്കെ എടുത്തിട്ട് വാ കേട്ടോ. ഭയങ്കര അനുസരണയാ എന്റെ കുട്ടിയായിട്ട് ഞാൻ പറയല്ല. അതെ നല്ലല്ലോ. ആ തുമ്പി മടക്കി വെക്കാണോ? വളരെ നല്ലൊരു കുട്ടി തന്നെയാണ് കേട്ടോ. ഉണ്ടോ ലിങ്ക് ഓഫ് ദ ലിങ്ക് എന്ന് പറഞ്ഞ ഇതാണ്. ഓരോ ബ്ലൗസിന് തമ്മിൽ ലിങ്ക് നോക്കണേ നിങ്ങൾ. ആക്ച്വലി ഞാൻ ഇന്ന് മൊത്തത്തിലൊരു വ്ളോഗ് ഇടാന്നാ വിചാരിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നത് പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടായിരിക്കും പോവുക എന്നുള്ളത് കേട്ടോ. ഐ തിങ്ക്. കാരണം എന്റെ വർത്താനം എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. എന്താ ചെയ്യാ? അതന്നെ എന്റെ ഒരേ ഒരു ഗുണമാണ് ഓക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ എന്റെ സൗന്ദര്യം. എന്താണ് കുട്ടി ഓക്ക് ഇപ്പഴിന്റെ വില മനസ്സിലായിട്ടില്ല. ഈ ഫെബ്രുവരിയുടെ കഴിഞ്ഞ അവള് ആരാമ്പളെ ഞാൻ വേറെ പഠിക്കുള്ളൂ. ഞാൻ എന്തെങ്കിലും കോഴ്സ് ഇല്ല കൂലിപ്പണിക്കെങ്കിലും പോകുന്നു. തൊഴിലുറപ്പിനെങ്കിലും പോവാ. അതെ ഇവള് ഇതുണ്ടല്ലോ ഗൈസ്, ഇതിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇതെന്റെ ഒരു എന്താ പറയാ ഇമോഷണൽ ബ്ലൗസ് ആണ്. അറിയില്ല ഇതെന്താ പറ വൈശാഖാട്ടെ പറയല്ലേ. ഇത് എന്റെ സൽക്കാര നോ ഇതിന്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇട്ട ഡ്രസ്സാണ്. ആ സെറ്റ് സാരിന്റെ ബ്ലൗസ് ആടി ഇത്. ഒരു സിൽവർ കളർ സെറ്റ് സാരി ആയിരുന്നു ഞാൻ അന്ന്. ഓർമ്മല്ലേ കൃഷ്ണനൊക്കെ ഉള്ള. ഫോട്ടോ ഒക്കെ എടുത്ത്. യെസ് ആ ബ്ലൗസ് ആണ് കഴിച്ചത്. ഇത് എനിക്ക് ഭയങ്കര എനിക്ക് അങ്ങനെ ഇമോഷണലി ഉള്ള സാധനങ്ങൾ കുറച്ചുണ്ട്. അപ്പൊ അതിൽ ക്ലോസ് ടു മൈ ഹാർട്ട്. പാവം ഞാൻ എങ്ങനെ ഇരുന്ന ഞാനാ മീഡിയം സൈസിൽ ഇവിടേക്ക് വന്ന ഞാനാ ഇപ്പൊ എക്സെല്ലാ പോയി നിൽക്കുന്നത്. ഈ പ്രസവം കൂടെ കഴിയുമ്പോൾ XXL കയറുമെന്നാണ് എന്റെ പേടി. പക്ഷെ ഇല്ല ഞാൻ തിരിച്ചു വരും ഗൈസ്. ഇതുകൂടെ കഴിഞ്ഞാൽ പ്രസവമൊക്കെ നിർത്തി എന്റെ പരിപാടി ഞാൻ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പൂർവാധിക ശക്തിയോടുകൂടി ഞാൻ വരുന്നതായിരിക്കും. വന്നു പഠിക്കാനുള്ള വന്നു കേട്ടോ. ഇങ്ങനെ 2-3 പ്രാവശ്യം അടച്ചാ പിന്നെ അടക്കേണ്ടി വരില്ല മോനെ വാതില് കേട്ടോ. ചേച്ചീന്റെ ഫോണൊക്കെ വെട്ടിയെടുക്കുന്നു. ഇത് അടിപൊളി ഒരു സെറ്റ് മുണ്ടിന്റെ ബ്ലൗസാ. കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സെറ്റ് മുണ്ട് ഇടുന്ന. അഭിരാമത്തിന്റെ സെറ്റ് മുണ്ടാണ്. എന്താ ധ്രുവപാർത്തി ഇവിടെ കേറിയിരിക്കെ സ്ലേറ്റും പെൻസിലും എടുത്താൽ മതി. അതൊക്കെ ഞാൻ എടുത്തോളാം. ഈ അതിന്റെ ഇടയൊക്കെ അതൊക്കെ പറഞ്ഞെടുക്ക്. കണ്ടോ കുട്ടി ഫോൺ എടുത്തത് ആരാന്നൊക്കെ ചോദിക്കുന്ന. അത് ഹെൻറി. ഏതോ ഒരു ഹെൻറി ആണോ മോളെ? നമ്മക്കിതൊന്നും അറിയില്ലല്ലോ. കണ്ടോ എന്ത് രസായി. ഇവിടെ എല്ലാവർക്കും നോട്ടട്ടെ, ഞങ്ങളൊക്കെ നോട്ടട്ടെ. ഹെൻറി ഇടക്കിടക്കുന്നത് ഞാൻ ആരായി ഹെൻറി? ഇതൊക്കെ എന്താണെന്നും അറിയാത്ത നമ്മളിപ്പോ ഒരു ഓൾഡ് ജനറേഷൻ. എന്തിനാ ഈ വിളിച്ചു പോകുന്നത്? ഇത് വർക്കുള്ളതല്ലേ? അത് വേറെ മുത്തല്ല. അയ്യോ മോനെ അങ്ങോട്ടൊക്കെ വീണ. ദിസ് ഈസ് ഒരു സെറ്റ് മുണ്ടിന്റെ ബ്ലൗസ് ആണ്. പക്ഷെ ഇത് ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആണ്. മുണ്ടാണ് സെറ്റ് സാരി. അല്ല ഒച്ച ഉണ്ടാക്കലടോ. ആ സൈഡിൽ കൂടെ കേട്ടോ ഒരു അനുസരണയായിട്ട്. തുമ്പിനെ റൂമിൽ പുറത്താക്കുക. അത് മടക്ക് ഇത് മടക്ക് വായ അടച്ചത് മടക്ക്. തുമ്പി ഒച്ച ഉണ്ടാക്കല്ല. നമുക്ക് ഇങ്ങനെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല. ഇത് മീഷോയിലെ ബ്ലൗസ് ആണ് ഗൈസ്. മീഷോയിലെ അടി വേണ സ്ലേറ്റ് മനസ്സിലും. അയ്യോ ഇനി ഈ കൂടെ ബുക്ക് എടുക്കാൻ പോലെ അവിടെ ഇരിക്കും. ഏട്ടൻ പഠിക്കുന്നത് നോക്കിയാൽ മതി. ഈ മീഷോയിലെ ബ്ലൗസിന് പ്രത്യേകം എന്താ പറയുക, ബാക്കിൽ കുറച്ച് ക്ലോത്തേ ഉണ്ടാവുള്ളൂ. അധികത്തിനും കേട്ടോ. അല്ലാതെ നമ്മൾ നോക്കി വാങ്ങണം. പക്ഷെ അധികം എണ്ണത്തിന് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതെനിക്ക് ഇഷ്ടമാണ്. ഇതിന്റെ കൂടെ ഒരു സാരി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു അടിപൊളി ഒരു സാരി, ഒരു ഓർഗൻസ ബുക്ക് എടുക്കണ്ട. അവിടെ അല്ലേ വേലൊക്കെ ഉണ്ട്. വടി എടുക്കണോ? ഇവിടെ ചൂരലുണ്ടായിരുന്നല്ലോ. ഇതും മീഷോയിലെ ബ്ലൗസ് ആണ്. പക്ഷെ ഇതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇതെന്തായാലും നിങ്ങൾ എല്ലാവരും വാങ്ങി വെച്ചോ. വൈകിട്ട് ആവശ്യം വരും. 15 എഴുതു സ്പെല്ലിങ്. 15, 16, 17, 18, 19, 20. ഇതാണ് അടുത്ത ദിവസം ഡിറ്റേഷൻ. എന്താ മോളെ? ഞാൻ ചില സമയത്ത് എന്ന് പൈസയായിട്ടോട് പറഞ്ഞിട്ടുള്ളൂ. 1 മിനിറ്റ്. ഞാൻ PSC ക്ലാസ്സിന് പോകുന്നത് അതിലും നല്ലതെന്ന്. അവിടെ ഉണ്ടാവില്ല ഇത്രയും ക്വസ്റ്റ്യൻസ്. അല്ലും തുമ്പിയും കൂടെ ദിവസം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടോ?
അല്ല ആ തീനയുടെ 15 എഴുത്, ബാക്കി എഴുത് 15. ആ എഴുതിക്കോ, ഓൻ അറിയാം. പിന്നെ ഇങ്ങനെ ചോദിക്കും. ആ ഇവിടെ ആ ഈ നെറ്റില് നിലത്ത് നോക്കി. എന്താ പടി ഉണ്ടല്ലേ അവിടെ? മൂത്രം. ഏ? ഓ ഇതെന്ത് പരിപാടിയാ തുമ്പിയെ? മൂത്രമൊഴിച്ചിട്ട് നോക്കമ്മേ, നിലത്ത് നോക്ക്. ഞാൻ മൂത്രമൊഴിച്ചിരുന്നു. എന്റെ കാലിന്റെ അടുത്തതാ തുണി അടിക്ക് എടുത്തിട്ട്. തുമ്പിക്ക് നല്ല അടി കിട്ടൂട്ടോ. ഉടുപ്പോ അത് കളയാനുള്ളതാ ഗായ്സ്. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങളെല്ലാം കൂടെ മടക്കി ഒതുക്കി ഇതാ ഈ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് വൃത്തിക്ക് നിൽക്കും. അല്ലാതെ ഇതുപോലെ കൊണ്ടുപോയിട്ട് നമ്മൾ കബോർഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരെണ്ണം എടുക്കുമ്പോൾ എല്ലാം കൂടെ മറിഞ്ഞിട്ട് വീഴും. സൈഡിലൊരു ട്രാൻസ്പാരൻറ്റ് സൈഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ ബ്ലൗസ് ഇതിലുണ്ട് എന്നുള്ളത് കാണാനും പറ്റും. സോ ഞാനിതിൻ്റെ ഷോർട്സ് വീഡിയോ ഇടുമ്പോൾ അതിൽ ഞാൻ ലിങ്ക് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പം അത്യാവശ്യം 2 ബോക്സ് നിറച്ചും നമ്മൾ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇത് മാത്രമായിരുന്നു. പക്ഷേ അശ്വിൻ എന്നെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്തു. ബാക്കിയും കൂടെ നമുക്ക് അങ്ങ് സെറ്റ് ചെയ്ത് കളയാന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ എന്തായാലും ഓളും കൂടെ ഹെൽപ്പിനുണ്ടല്ലോ. അപ്പോൾ ഞാൻ അങ്ങ് ഇരുന്ന് സെറ്റാക്കി ഡ്രസ്സ് മൊത്തം എടുത്തുകൊണ്ട് വന്ന് ഇപ്പം ഇടാൻ പറ്റുന്നത്, ഡെലിവറി കഴിഞ്ഞിട്ട് ഇടാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാം വേറെ വേറെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പറ്റാത്തത് എന്നല്ല, ഞാൻ ഡ്രസ്സ് അങ്ങനെ ഇട്ട് നശിപ്പിക്കാത്ത ഒരാളാണ്. അപ്പോൾ അതിൽ അങ്ങനെ കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ ചിലപ്പോൾ 2 or 3 വട്ടം ഇട്ടതോ ചിലപ്പോൾ കുറച്ച് വട്ടം ഇട്ടതാണെങ്കിലും നാശമാവാത്തതൊക്കെ ആയിട്ടുള്ള കുറേ ഡ്രസ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡ്രസ്സുകൾ ഞാൻ വിചാരിച്ചു നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ ആരൊക്കെയോ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, പഴയ ഏതെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. സോ അങ്ങനെ ഒരു കുട്ടിക്ക് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചതുണ്ടായിരുന്നു കുറച്ചെണ്ണം. അതൊക്കെ ഇനി അയക്കണം അത്രേ. അപ്പോൾ ഇനി അങ്ങനെ ആർക്കെങ്കിലും ഞാൻ ഇടാത്ത ഡ്രസ്സുകളല്ല, ഞാൻ ഇട്ട ഡ്രസ്സുകൾ പക്ഷേ അധികം മുഷിയാത്ത ഡ്രസ്സുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എൻ്റെ മെയിലിലോ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇട്ട ഡ്രസ്സുകളാണ് കേട്ടോ, ആദ്യമേ പറയുകയാണെങ്കിൽ ഞാൻ ഇട്ട ഡ്രസ്സുകളാണ്. പക്ഷേ അധികം നാശമാവാത്ത ഡ്രസ്സുകളാണ് ഞാൻ അയക്കുന്നത്. കുറേ പേർക്കൊന്നും തരാനുണ്ടാവില്ല. മേ ബി ഒരു 2-3 ജോഡി വെച്ചിട്ട് ഒരു 3-4 ആൾക്കാർക്കൊക്കെ തരാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം അങ്ങനെ ആർക്കും വേണമെങ്കിൽ ഒന്ന് എനിക്ക് മെസ്സേജ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണ്, കുറേ ഡ്രസ്സുകളൊന്നുമില്ല, കുറച്ച് ഡ്രസ്സുകളേ ഉള്ളൂ. അപ്പം അല്ലാത്തൊക്കെ ഞാൻ കൊടുത്ത് തീർത്ത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഡ്രസ്സുകളുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ആർക്കെങ്കിലും എനിക്ക് തരാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ട് അതൊരു വിഷമമായി കാണുകയും ചെയ്യരുത് കേട്ടോ. കാരണം ആദ്യം അയക്കുന്ന കുറച്ച് പേർക്ക് അയച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. എല്ലാവരും ഉറങ്ങിക്കോളൂ. കാര്യമൊക്കെ എടുത്തവര് ഗൈസ്. നട്ടുച്ചയ്ക്ക് ഉറങ്ങേണ്ട സമയത്ത് തുമ്പി ഇവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി പഠിക്കേണ്ടല്ലോ എന്ന് ഉറക്കെ ചോദിച്ചുകൊണ്ട് എന്നോട് ചീത്ത കേട്ടിരിക്കുന്ന അല്ലൂസാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഞാൻ ഇന്ന് വൈകുന്നേരം വരെയുള്ള നൈറ്റ് വരെയുള്ള ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നാണ് വിചാരിച്ചിനി. പക്ഷേ ഇന്ന് കുറച്ച് ലോങ് ആയിപ്പോയി. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോസ് റീനമ്മ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അടുത്തത് ഇടാം. ഓക്കെ, അപ്പോൾ വൈൻഡപ്പ് പറയും. ബൈ ഗൈസ് പറയും. ഓഹ് ഭയങ്കര ബിസിയാണ്, പഠിക്കുക ഒന്നുമില്ല, വെറും പേജ് എടുത്ത് വെച്ച് വായിക്കുക. ഓക്കെ ഗൈസ്, ബൈ.